ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിന്റെ എലിമിനേറ്റർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ തകർത്ത് രാജസ്ഥാൻ റോയൽസ് രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടിയെടുത്തിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടത്തിൽ 4 വിക്കറ്റിനായിരുന്നു രാജസ്ഥാന്റെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ RCBക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസാണ് നേടാനായത്. മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ ഓരോ ഓവറും 4 വിക്കറ്റും ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. RCBയെ രാജസ്ഥാൻ തോൽപ്പിച്ചപ്പോൾ എടുത്തു പറയേണ്ടത് സഞ്ജുവിൻ്റെ നായക മികവാണ്. അവസാന 6 മത്സരത്തിലും ജയിച്ച് വലിയ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ RCBക്കെതിരെ കിടിലൻ ക്യാപ്റ്റൻസി കാഴ്ചവെച്ചാണ് സഞ്ജു കയ്യടി നേടിയത്. RCBയുടെ ബാറ്റ്സ്മാൻമാരുടെ ദൗർബല്യം കൃത്യമായി മുതലാക്കി ബൗളർമാരെ ഉപയോഗിക്കാൻ സഞ്ജുവിന് സാധിച്ചതാണ് മത്സരത്തിൽ നിർണായകമായത്. RCBയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അവരുടെ ശക്തി. വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലസിസ് എന്നിവരുടെ വിക്കറ്റ് പ്രധാനപ്പെട്ടതായതിനാൽ പവർ പ്ലേയിൽ തന്നെ ട്രെൻറ്റ് ബോൾട്ടിന് സഞ്ജു 3 ഓവർ നൽകി. ഈ തന്ത്രം ഫലം കാണുകയും ചെയ്തു. ബോൾട്ട് തൻ്റെ 3ാം ഓവറിൽ ഫാഫ് ഡുപ്ലസിസിനെ പുറത്താക്കി. ഈ വിക്കറ്റാണ് RCBയുടെ ബാറ്റിംഗ് താളം നഷ്ടപ്പെടുത്തിയത്. വിരാട് കോഹ്ലി മിന്നും ഫോമിലായിരുന്നു കളിച്ചിരുന്നത്. റൺവേട്ടക്കാരിൽ തലപ്പത്തുള്ള കോഹ്ലിയെ പൂട്ടാൻ യുസ്വേന്ദ്ര ചാഹലിനെയാണ് സഞ്ജു നിയോഗിച്ചത്. മുൻ RCB താരമായ ചാഹൽ കോഹ്ലിയുടെ ദൗർബല്യത്തെ മുതലാക്കി. പവർ പ്ലേയിൽ സ്പിന്നറെ ഉപയോഗിക്കാതിരുന്ന സഞ്ജുവിൻ്റെ ബുദ്ധി മികച്ചതായിരുന്നു. പവർ പ്ലേക്ക് ശേഷം മികച്ച ഫീൽഡ് ഒരുക്കിയ സഞ്ജു ചാഹലിനെ ഉപയോഗിച്ച് കോഹ്ലിയെ പൂട്ടി. അശ്വിൻ അനുഭവസമ്പത്തുള്ള താരമാണ്. വലിയ മത്സരങ്ങളിൽ കളിച്ച് മികവ് കാട്ടിയ അനുഭവസമ്പത്ത് അശ്വിനുണ്ട്. ഇത് ക്യാപ്റ്റൻ സഞ്ജു നന്നായി ഉപയോഗിച്ചു. മധ്യ ഓവറുകളിൽ ടേൺ അല്പം കുറഞ്ഞപ്പോഴാണ് അശ്വിനെ കളത്തിലിറക്കിയത്. പന്തിൻ്റെ വേഗതയിൽ നല്ല നിയന്ത്രണമുള്ള സ്പിന്നറാണ് അശ്വിൻ. ക്യാരം ബോളുകളിലൂടെ അശ്വിൻ RCBയെ വിറപ്പിച്ചു. കാമറൂൺ ഗ്രീൻ RCBക്കായി മികച്ച പ്രകടനമാണ് നടത്തിയിരുന്നത്. 21 പന്തിൽ 27 റൺസ് എടുത്ത ഗ്രീനിനെ അശ്വിൻ ക്യാരം ബോളിലാണ് കുടുക്കിയത്. തൊട്ടടുത്ത പന്തിൽ ഗ്ലെൻ മാക്സ്വെലിൻ്റെ വിക്കറ്റും അശ്വിൻ നേടി. അശ്വിൻ്റെ ബൗളിംഗ് മികവിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ സഞ്ജുവിന് സാധിച്ചു. ഡെത്ത് ഓവറിൽ രാജസ്ഥാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ റൺസ് വഴങ്ങിയെങ്കിലും മധ്യ ഓവറുകളിലൂടെയാണ് രാജസ്ഥാൻ കളി പിടിച്ചത്. ആവേശ് ഖാൻ തല്ലുകൊള്ളി ബൗളറായിരുന്നു. എന്നാൽ സഞ്ജുവിൻ്റെ കീഴിലേക്ക് എത്തിയതോടെ പ്രകടനം വളരെ മെച്ചപ്പെട്ടു. രാജസ്ഥാൻ്റെ വിക്കറ്റ് വേട്ടക്കാരിൽ പ്രധാനിയായി മാറാൻ ആവേശിന് സാധിച്ചു. അപകടകാരിയായ രജത് പട്ടീദാറിനെയും മഹിബാൽ ലോംറോറിനെയും ദിനേശ് കാർത്തികിനെയും പുറത്താക്കി വലിയ സ്കോറിലേക്ക് പോകാതെ RCBയെ പിടിച്ചുകെട്ടിയത് ആവേശ് ഖാനാണ്. ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോഴും സഞ്ജു അനാവശ്യ പരീക്ഷണത്തിന് മുതിർന്നില്ല. അശ്വിനെ 4ാം നമ്പറിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഈ സാഹസ പരീക്ഷണത്തിന് സഞ്ജു മുതിർന്നില്ല. ബാറ്റിംഗ് നിരയിൽ സഞ്ജു പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു. സഞ്ജുവിന് ബാറ്റ് കൊണ്ട് മാച്ച് വിന്നിംഗ് പ്രകടനം നടത്താനായില്ല. 13 പന്തിൽ നിന്ന് 17 റൺസാണ് സഞ്ജു നേടിയത്. ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിയതെങ്കിലും നായകനെന്ന നിലയിൽ മികച്ച നീക്കങ്ങളോടെ അദ്ദേഹം കയ്യടി നേടിയെടുത്തു.